കോഴിക്കോട് അതിരാത്രത്തിൻ്റെ ഏറ്റവും സവിശേഷമാർന്ന ഒരു പ്രത്യേകതയായിരുന്നു ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ഏത് സമയവും അന്നദാനം ലഭിക്കുക എന്നത്. ഇതിനുവേണ്ടി ഈ അതിരാത്ര വേദിയോട് ചേർന്ന് തന്നെ ഒരു കലവറ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. കൊയിലാണ്ടി സ്വദേശികളായ ദമ്പതികളാണ് ഈ ഒരു രുചിക്ക് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവദാസൻ, നിഷ എന്നാണ് അവരുടെ പേര്. എന്തായാലും അവരുടെ അടുത്ത് നമുക്ക് ഈ ഭക്ഷണ വിശേഷങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. കലവറയിലെ കാഴ്ചകൾ കണ്ടു മനസ്സിലാക്കാം. അതിരാത്രം പോലുള്ള ഒരു വലിയ പരിപാടി, ഇത്രയധികം ജനങ്ങൾ വരുന്ന ഒരു പരിപാടി, അപ്പോൾ അതിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഇത്രയും വലിയൊരു യാഗത്തിൽ ഭക്ഷണം തയ്യാറാക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതത്തിലൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അത് ഞങ്ങളുടെ ആചാര്യശ്രീയുടെ ഒരു സങ്കല്പത്തിൽ ഉള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മൾ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇവിടുത്തെ ഒരു പഠിതാവാണ്. അപ്പോൾ ആചാര്യശ്രീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു. ഇതെങ്ങനെയൊക്കെ ആവും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുന്നോട്ട് പോയിട്ട് നോട്ടമില്ല, അതങ്ങ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും സിസ്റ്റം. അപ്പോൾ അങ്ങനെ കയറി തുടങ്ങി. ഇതിപ്പോൾ നാളെ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പാൻ കഴിഞ്ഞു. എല്ലാം ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ എന്താ പറയുക. ഇവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം നിറഞ്ഞ തൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. ആചാര്യൻ തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ വരുന്നവർക്ക് ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാവില്ല, എപ്പോൾ വന്നാലും ആ സമയത്തേക്കുള്ള ഒരു ഫുഡ് ഉണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ദിവസത്തെയും ഫുഡൊക്കെ തീരുമാനിക്കുന്നത്? പറയാം. ഒന്നുമില്ല, ഞങ്ങൾ തലേ ദിവസം രാത്രിയിൽ എല്ലാവരും ഒന്നിച്ചൊന്ന് ഇരുന്ന് ആലോചിക്കും എന്താ ചെയ്യാൻ പറ്റാമെന്ന്. അപ്പോൾ രാവിലെ അത് തയ്യാറാക്കും. അങ്ങനെ പിന്നെ എന്താണ് ഈ ആൾക്കാരിങ്ങനെ വരുന്ന എത്ര ആൾ വരുമെന്നൊന്നും ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ 1000 ആൾക്ക് തയ്യാറാക്കി, അപ്പോൾ അത് ഒരു 800 പേര് വരുമ്പോഴേക്ക് അടുത്ത ആൾക്കാരുള്ള തയ്യാറെടുപ്പ് നടത്തും. അങ്ങനെ എന്തായാലും ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ ഇരിക്കില്ല. ഏത് സമയം വന്നാലും ഭക്ഷണം കിട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാം കുറേ ആൾക്കാരുടെ ഒരു പ്രവർത്തനമാണ്. ഈ കലവറയിലും കിച്ചണിലും ഒക്കെ ആയിട്ട് എത്ര പേരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ കഴിയുന്നത്. അല്ല, ബാക്കിയുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് സമയത്ത് മാത്രം പ്രവർത്തിച്ചാൽ മതി. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 24 മണിക്കൂർ പ്രവർത്തനം ഇതിനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ മാത്രമേ വിശ്രമിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാ സമയവും അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.